ഗായ്സ്, അപ്പോൾ നാളെയാണ് ഫുട്ബോൾ ലോകം കാത്തിരുന്ന ആ ഒരു ചാമ്പ്യൻസ് ലീഗ് റൗണ്ട് ഓഫ് 32 മാച്ച്. അതായത് റയൽ മാഡ്രിഡും ബെൻഫിക്കയും കൂടി കളിക്കുന്ന ഈ ഒരു മാച്ചിൽ രണ്ടുപേരുടെയും ടീമിൽ നിന്ന് അതായത് ഇമ്പോർട്ടൻ്റ് നെയിംസ് ആയിട്ടുള്ള ഒരുപാട് പ്ലെയേഴ്സും മിസ്സിംഗ് ആണ്. അതായത് ബെൻഫിക്കയുടെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും അവരുടെ കോച്ചായിട്ടുള്ള ജോസെ മൗറിഞ്ഞൊക്കെ കഴിഞ്ഞ കളിയിൽ റെഡ് കാർഡ് കിട്ടിയ കാരണം ഈ ഒരു കളിയിൽ കാണില്ല. അതേപോലെ തന്നെ അവരുടെ വിനീഷ്യസ് ജൂനിയറായിട്ട് പ്രശ്നം ഉണ്ടാക്കിയ പ്രസ്റ്റിന് ഈ ഒരു മാച്ച് സസ്പെൻഷൻ മൂലം കളിക്കാൻ സാധിക്കില്ല. ഇനിയിപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ കേസിലേക്ക് വരുമ്പോഴും ഇമ്പോർട്ടൻറ്റ് പ്ലെയേഴ്സും മിസ്സിംഗ് ആണ്. അതായത് റോഡ്രിഗോയും ബെല്ലിംഗാമും ഒന്നും എന്തായാലും ഈ ഒരു മാച്ച് കളിക്കത്തില്ല. ഇനിയിപ്പോൾ എംബാപ്പയുടെ കാര്യം വരുകയാണെങ്കിൽ ഒരു ഇഞ്ചുറി പ്രശ്നമുള്ളതുകൊണ്ട് ഈ ഒരു മാച്ച് കളിക്കാൻ ചാൻസ് വളരെ കുറവാണ്. ഇനിയിപ്പോൾ എന്തു പറഞ്ഞാലും ഈ ഒരു റയൽ മാഡ്രിഡ് ബെൻഫിക്ക മാച്ചിലെ മെയിൻ ഫോക്കൽ പോയിൻ്റ് ആയിട്ടുള്ള ആ ഒരു വിനീഷ്യസ് ജൂനിയർ എന്തായാലും ഈ ഒരു മാച്ച് കളിക്കും. പുള്ളിക്കാരൻ എന്തായാലും ഈ ഒരു മാച്ചിൽ അടിപൊളിയായിട്ട് കളിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനു മുമ്പ് ഇതേപോലെ തന്നെ പുള്ളിക്കാരന് ഒരുപാട് റേസിസ്റ്റ് ആയിട്ടുള്ള കമൻസും കാര്യങ്ങളെല്ലാം കിട്ടിയ സമയത്ത് പുള്ളിക്കാരൻ കിട്ടില്ല ഫോമിലായിരുന്നു തിരിച്ചു വന്നത്. അതിനൊരു റിസൾട്ട് തന്നെയാണ്. അതായത് റയൽ മാഡ്രിഡിൽ പുള്ളിക്കാരനുള്ള 2 ചാമ്പ്യൻസ് ലീഗ്. സോ ഈ ഒരു മാച്ചിൽ റയൽ മാഡ്രിഡിൻ്റെ ലൈനപ്പിലേക്ക് വരികയാണെങ്കിൽ ഗോൾ കീപ്പറായിട്ട് കോർട്ടുവേഴ്സ് തന്നെയായിരിക്കും. അതേപോലെ ബാക്കിൽ റുഡിഗർ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതേപോലെ അസൻസിയോ ആയിരിക്കും സെൻട്രൽ ബാക്ക്. ഇനിയിപ്പോൾ ലെഫ്റ്റ് ബാക്ക്, റൈറ്റ് ബാക്കും കരയാസും അതേപോലെ തന്നെ അർണോൾഡും ആയിരിക്കും. മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ചുവമാണി, കാമവിംഗ, അതേപോലെ തന്നെ വാൽവേർഡെയും ആർഡേ ഗുള്ളറായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ ഫോർവേഡിലേക്ക് വരുമ്പോഴത്തേക്കും വിനീഷ്യസ് ജൂനിയറും അതേപോലെ എംബാപ്പെ ഇല്ലാത്ത സ്ഥിതിക്ക് ഗോൺസാലോ ഗാർഷ്യ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു മാച്ചിൽ വിനീഷ്യസ് ജൂനിയർ അടിപൊളിയായിട്ട് കളിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു മാച്ചിൽ റയൽ മാഡ്രിഡ് 2-0 ജയിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. സോ ഈ ഒരു മാച്ചിൽ റയൽ മാഡ്രിഡിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.